ഹായ് ഫ്രണ്ട്സ്, പദ്രു സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വിക്രമിനെ വാസുവിന്റെ ഗുണ്ടകൾ വന്ന തല്ലിയ വിവരമെല്ലാം വർക്ക്ഷോപ്പിലെത്തി അവരോട് പറയണേ. ഇത് കേൾക്കുന്ന അനിയൻകുട്ടൻ പറയും, ഓ ഇവൻ തിരിച്ചടിക്കുന്നില്ല എന്നുള്ള ധൈര്യത്തിലാ അവന്മാർ വന്ന് തല്ലിയത്. അപ്പൊ ജോസഫ് പറയും, അത് കുഴപ്പമില്ല, അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി എന്ന് രാജേട്ടൻ ചോദിക്കുമ്പോ ജോസഫ് പറയും, ഇവനല്ലേ 41 ദിവസത്തെ വ്രതമുള്ളത്, ഇവൻ അതുവരെ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് നാളെ തന്നെ പോയി മല ചവിട്ടി വരാം, എന്നിട്ട് കിട്ടിയതിന്റെ ഇരട്ടി അവന്മാർക്ക് തിരികെ കൊടുക്കാം. രാജേട്ടൻ ചോദിക്കും, അതുകൊണ്ടൊക്കെ വാസവന്റെ അവസാനിപ്പിക്കും തോന്നുന്നുണ്ടോ? അപ്പൊ ഇനിയും തല്ലുള്ളവനാണോ ഇഞ്ചിഞ്ചായി ചതയ്ക്കുന്നു പറഞ്ഞാവൻ പോയത്? അത് സഹിച്ച് വിക്രം ഇവിടെ നിൽക്കണം എന്നാണോ? രാജേട്ടൻ പറയും, സഹിക്കണം എന്നല്ല, വേറെ വഴിയിലൂടെ നേരിടണം. വേറെന്ത് വഴി? ഞാൻ എന്തായാലും തീരുമാനിച്ചു. അപ്പോ വിക്രം പറയും, മിണ്ടാതിരിക്കി ജോസഫേ, ഞാൻ എന്തായാലും ശ്രീനി സാറെ ഒന്ന് കാണട്ടെ. രാജേട്ടനും പറയും, സാർ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അച്ചമ്മ വേദയ്ക്ക് ഒരു സമ്മാനം കൊടുക്കണേ. വൈറ്റ് സാരിയും ബ്ലാക്ക് ബ്ലൗസും. മുമ്പ് മുത്തശ്ശിയെ വിളിച്ചപ്പോൾ പറഞ്ഞതാ മോള് പ്രാക്ടീസ് തുടങ്ങിയെന്ന്. അപ്പൊ വിചാരിച്ചതാണ് ഇങ്ങനൊരു സാരി വാങ്ങിക്കണമെന്ന്. അങ്ങനെ വേദയ്ക്ക് പെട്ടെന്ന് സങ്കടാകും. മുത്തശ്ശി വിളിക്കാറുണ്ടോ? ഏയ്, അന്നൊരിക്കൽ വിളിച്ചതാ. വേദ പറയും, എന്നെയും പിന്നെ വിളിച്ചിട്ടില്ല, ഇനി കുറെ കാലത്തിന് ഇങ്ങോട്ടില്ലെന്ന്. എനിക്കാണെങ്കിൽ അമ്മയെക്കാളും അടുപ്പം മുത്തശ്ശിയോടായിരുന്നു. അമ്മണിയമ്മ പറയും, ഇനിയിപ്പോ അച്ചമ്മ ഉണ്ടല്ലോ, അതുപോരെ. ശേഷം മുത്തശ്ശി വേറെയും ചില കമ്മലും മാലയൊക്കെ വേദയ്ക്ക് കൊടുക്കും. ശ്രീജയ്ക്ക് ഒരു സാരി വാങ്ങിച്ചിട്ടുണ്ട്. വേദയ്ക്കും, അയ്യോ നന്ദിനി എടുത്തിക്കോ, ആ അസത്തിനൊന്നും വാങ്ങിക്കണ്ടെന്ന് കരുതിയതാ, പിന്നെ കണ്ണ് വെക്കണ്ടല്ലോ എന്ന് കരുതി അവൾക്കും വാങ്ങിച്ചു തരണം. പക്ഷെ മാലയും കമ്മലും അവർക്കില്ലാട്ടോ, മോൾക്ക് മാത്രമേ ഉള്ളൂ. ഇനി പ്രധാനപ്പെട്ട വേറൊരു സമ്മാനം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ചമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു റിങ് ഊരി വേദയ്ക്ക് കൊടുക്കും. ഇത് വിരലിൽ ഇടണ്ട, സൂക്ഷിച്ചു വെച്ചാൽ മതി. വേദ പറയും, അയ്യോ ഇതൊന്നും വേണ്ട അച്ചമ്മേ, അച്ചമ്മയുടെ കയ്യിലിരുന്നോട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അച്ചമ്മ പറയും, എനിക്ക് പ്രായമായില്ലേ, ഇനി ഇതൊക്കെ സ്വർണ്ണക്ക് എന്തിനാ കുട്ടി, ഇത് അച്ചമ്മ മനസ്സറിഞ്ഞു തരുന്നതാ. വിക്രമിനെ നീ ഇത്രത്തോളം മാറ്റിയെടുത്തില്ലേ, അതിനു വേണ്ടിയാ. ഇനി അച്ഛനും മോനും തമ്മിൽ പണ്ടത്തെ പോലുള്ള അടുപ്പത്തിലേക്ക് വരണം. അതിന് ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട്, അതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. വേദയ്ക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസിന്റെ വീട്ടിലാണ്. സംഭവിച്ച കാര്യങ്ങൾ അവരോട് പറയണേ. ശ്രീനിവാസൻ ചോദിക്കും, എന്നിട്ട് വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, അപ്പോഴേക്കും അയാൾ തന്നെ തടഞ്ഞു. പക്ഷെ അവൾ വല്ലാണ്ട് പേടിച്ചുപോയി. സുധ പറയും, അപ്പൊ വാസവനെ അവസാനിപ്പിക്കാനുള്ള മട്ടില്ലല്ലേ? അയാളുടെ മകൻ ഓക്കെ ആയി പറഞ്ഞപ്പോ ഞാൻ കരുതി എല്ലാം അവസാനിച്ചു എന്ന്. പുളിക്ക പറയും, അതിനിടയിലല്ലേ ഗോഡൌൺ കത്തിച്ചത്. സുധ പറയും, അതിന് പകരമായിട്ട് വീട് കത്തിച്ചില്ലേ, തിരിച്ചൊന്നും ചെയ്യേണ്ടെന്ന് നമ്മളടുക്ക് എല്ലാവരും പറഞ്ഞല്ലോ. ശ്രീനിവാസൻ പറയും, ഇനി അനങ്ങാതിരുന്നിട്ട് കാര്യമില്ല, അതേ നാണയത്തില് തിരിച്ചടിക്കണം വിക്രം. വിക്രം പറയും, അതിന് മാല ഇടിച്ച് കറുപ്പും പിടിപ്പിച്ച് എന്റെ കൈയും കാലും കെട്ടിയിട്ടതുപോലെ ആയില്ലേ. പുളിക്കൽ പറയും, ചുരുക്കി പറഞ്ഞ വിക്രം സ്വാമിക്ക് പോയി അങ്ങോട്ടൊന്നും ചെയ്യാനും ഇങ്ങോട്ട് വരുന്നത് തടയാനും പറ്റാതെ നിന്ന് കൊള്ളണം അല്ലേ. നല്ല അസൽ പണിയായല്ലോ ഇത്. അപ്പോ ശ്രീനിവാസൻ പറയും, വിക്രം മാത്രമല്ലേ മല ചവിട്ടാൻ പോകുന്നുള്ളൂ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. വേണ്ട സാറേ, വ്രതക്കാലത്തേക്കല്ലല്ലോ, ഞാൻ പോയി വരും. സുധ പറയും, അപ്പോഴേക്ക് വേദ വേറെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിലോ? വിക്രം സുധയെ നോക്കുമ്പോ സുധ പറയും, അല്ല അങ്ങനെ ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. സൂക്ഷിക്കണം വിക്രം, ശ്രീകാന്തെ വാസവനുമായിട്ട് പുതിയ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ കാണാൻ വന്നിരുന്നോ, ഞാൻ നിന്നെ ഒഴിവാക്കിയാൽ മാത്രം മതി, അതോടെ എല്ലാ പ്രശ്നവും അവസാനിപ്പിക്കാന്ന്. സുധ പറയും, അതാ തമാശ, വേദ ആഗ്രഹിക്കുന്നത് ശ്രീനിയേട്ടനെ വിക്രം ഒഴിവാക്കണം എന്നാ. വേദയുടെ ചേട്ടനും അത് തന്നെ. അപ്പൊ വിക്രം പറയും, ഇതിന്റെ അവസാനം തീരുമാനിക്കേണ്ടത് ഞാനല്ലേ സുധച്ചി. ശ്രീനിവാസൻ പറയും, അതിനുള്ള ഇമോഷൻ ഗെയിമാ വേദ കളിക്കുന്നത്. എന്റെ മരുമകനെതിരെ നീ തിരിയാതിരിക്കാനാണ് ഞാൻ നിന്നെ സംരക്ഷിക്കുന്നതെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ. അത് ഞാൻ പറഞ്ഞല്ലോ സാർ, വേദ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അപ്പൊ ശ്രീനിവാസൻ പറയും, വേണ്ട, ഇനി അത് വിട്ടേക്ക്. എന്തായാലും മലയ്ക്ക് പോയി വരുന്നത് വരെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട. വേദ മാലയിടിച്ചല്ലേ, അത് നടക്കട്ടെ, അതിനിടയിലെ മറ്റൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വിക്രം ഇവിടുന്ന് പോവാണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീജയും വേദയും കൂടെ അവിടെ ബാങ്കിലേക്ക് വന്നിരിക്കുകയാണേ. അവിടുത്തെ കാര്യങ്ങൾ സംസാരിക്കും. അവിടുത്തെ ഒരു സ്റ്റാഫ് വയ്ക്കും, എന്തായി കാര്യങ്ങളൊക്കെ. വേദ പറയും, കുറെ ഷോപ്പുകളിൽ സംസാരിച്ചിട്ടുണ്ട്, അതിനായിട്ട് വീട്ടിൽ തന്നെ ഒരു ഷെഡ് ഒരുക്കിയിട്ടുണ്ട്, ഇനി ക്യാഷ് കിട്ടിയാൽ മാത്രം മതി. അപ്പൊ അയാൾ പറയും, ഓ അതിനെന്താ, ഇന്ന് തന്നെ എല്ലാം ട്രാൻസ്ഫർ ആവും, നിങ്ങളൊരു ഒപ്പിട്ടാൽ മാത്രം മതി. ഇത് കേൾക്കുന്നതും ശ്രീജിക്ക് ഭയങ്കര സന്തോഷമാവും. ഇനി ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, നിങ്ങളെ വിശ്വാസമല്ലാഞ്ഞിട്ടില്ല, അത് റൂൾസ് ആയി പോയി. വേദ പറയും, അതിനൊന്നും വിരോധമില്ല, എങ്കിലേ ദാ ഇവിടെ മാർക്ക് ചെയ്തെടുത്ത് ഒപ്പിട്ടോളൂ. ദാ ഒപ്പിട്ട് ശ്രീചെടുത്തി എന്ന് പറഞ്ഞ് വേദ ഫയൽ വാങ്ങിച്ചു കൊടുക്കും. പ്രാർത്ഥിച്ചോളൂ, ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെയാണ് അവിടെ ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോഴേ ഫണ്ട് ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം, ഇത് വലിയൊരു തുടക്കമായി മാറട്ടെ എന്ന് പറഞ്ഞ് അവരും കൺഗ്രാറ്റ്സ് ചെയ്യുന്നുണ്ട്. നന്ദി പറഞ്ഞ് കൈകുപ്പിയിട്ടാണ് ശ്രീജ വേദയോടൊപ്പം അവിടുന്ന് പോകുന്നത്. ഇറങ്ങിക്കഴിഞ്ഞ വേദ പറയും, ശ്രീചേർത്തി പൊക്കോ, ഞാൻ ഓഫീസിലേക്കാ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ വേദേ എന്താ ശ്രീചേർത്തി എന്ന് നോക്കുമ്പോഴേക്കും ശ്രീജ കരഞ്ഞോണ്ട് വേദയെ കെട്ടിപ്പിടിക്കാണ്. എന്തേ കാണിക്കുന്നത്, ആൾക്കാർ കാണും. ശ്രീജ പറയും, ആര് വേണമെങ്കിലും കണ്ടോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. വേദ പറയും, എന്താ ശ്രീചേർത്തി, ഇത് അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ. ശ്രീജ പറയും, എന്നെ പോലൊരു ദരിദ്രവാസി പെണ്ണിന്
ഇതൊക്കെ വലിയ കാര്യം മോളെ. എന്റെ ജീവിതത്തില് എനിക്ക് എന്നോട് തന്നെ സ്നേഹം തോന്നിയ അധിക നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല. ഓർത്തെടുക്കാവുന്ന ഒന്ന് എന്റെ മോള് ജനിച്ച സമയ. അവളുടെ മുഖം കണ്ടപ്പോഴാ ഞാനെന്നൊരാളെ ജീവിക്കുന്നു എന്നുള്ളതിന് ഒരർത്ഥം ഉണ്ടായത്. ആ സന്തോഷവും അതേ കാലം ഉണ്ടായില്ല. ഇപ്പോ എനിക്ക് എന്നോട് തന്നെ വില തോന്നുന്നത് ദാ നിന്റെ മുന്നിൽ ഇവിടെ നിൽക്കുമ്പോഴാ. നിന്നോട് എത്രയാ കടപ്പെട്ടിരിക്കുന്നെന്ന് എനിക്ക് പറയാനാവില്ല. മരിച്ചാലും മറക്കില്ല. അപ്പൊ വേദ പറയും, ഇപ്പൊ തോന്നി തോന്നലുണ്ടായി ഒരു വിലയുണ്ടെന്നുള്ള തോന്നൽ അതൊരു കാലത്തും കളയരുത്. ഇനിയാ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവാൻ പോകുന്നത്. തളരരുത്. എന്ത് വന്നാലും പിടിച്ചു നിൽക്കണം. നമ്മൾ തോൽക്കില്ലെന്ന് വിചാരിച്ച പിന്നെ ആര് വിചാരിച്ചാലും തോൽപ്പിക്കാൻ കഴിയില്ല. ശ്രീ പ്രൊഡക്റ്റ് നമ്മുടെ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങാനുള്ള സ്ഥാപനമല്ല. അതിനൊരുപാട് വലുതാവാനുണ്ട്. ഒരിക്കലും വലിയ ഓഫീസിലെ വലിയ കെട്ടിടത്തിലെ ആ കെട്ടിടത്തിന്റെ ഓഫീസിലെ MD കസേരയിൽ ശ്രീചേർത്തിയെ ഞാൻ കാണണം. ശ്രീചേർത്തിക്ക് ഈ സന്തോഷം കൊണ്ട് കണ്ണൊക്കെ ഭയങ്കരമായിട്ട് നിറയുന്നുണ്ട്. അത്രയും പറഞ്ഞ വേദ പോവും. ശ്രീചേർത്തിയും തിരികെ വീട്ടിലേക്കും. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ കോടതിയിലാണ്. അവിടെ ദർശനുണ്ട്. അവര് സംസാരിക്കുക. ദർശൻ ചോദിക്കും, എന്തായി അന്വേഷണത്തിന്റെ അവസാനം വീട്ടിലൊരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാല്ലേ? വേദ പറയും, അവിടം വരെ എത്താൻ വിക്രം സമ്മതിക്കും തോന്നുന്നില്ല. വിനായകൻ ചേട്ടൻ വിക്രത്തോട് ആദ്യം തന്നെ ജാമ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. വിക്രം പുറത്തിറങ്ങിയിട്ടായിരിക്കും ഇതറിയാമെങ്കിലേ വിക്രമിന്റെ പ്രതികരണം രൂക്ഷമായിരിക്കാമെന്ന് വിനായകൻ ചേട്ടൻ അറിയാം. അതുകൊണ്ട് ജയിലിൽ വെച്ച് തന്നെ ചെന്ന് തെറ്റും മാപ്പൊക്കെ പറഞ്ഞു. ആഹാ, ഇയാൾ കൊള്ളാലോ വേദ. അതെ ദർശ, ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറി ആദ്യ നാളുകളിൽ നന്ദിനിയാടത്തിയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്നോ ഏട്ടത്തിയാണ് വിനായകൻ ചേട്ടനെ പിരികെട്ടുന്നെന്നുവാ ഞാൻ വിശ്വസിച്ചത്. പക്ഷേ ഏട്ടത്തിക്ക് വെറും കുശുമ്പും അസൂയും മാത്രമേ ഉള്ളൂ. വിനായകൻ ചേട്ടന് പക്ഷെ വിശ്വസിക്കാൻ കൊള്ളില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്തു കളയും. അപ്പൊ ദർശൻ പറയും, പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ഷേക്സ്പിയറുടെ ഒരു നാടകം ഉണ്ടായിരുന്നു. അതിലൊരു കഥാപാത്രമുണ്ട്, ക്യാഷസ്. ആ കഥാപാത്രത്തെ കുറിച്ച് ഒരു വരിയുണ്ട്, ക്യാഷസ് ഹാസ് എ ലൈൻ ആൻഡ് ഹാംഗ്രി ലുക്ക് എന്ന്. തികച്ചും സ്വാർത്ഥനും സൂത്രശാലിയും അങ്ങേയറ്റം ഡേഞ്ചറസുമായ ഒരാളെ കുറിച്ച് പറയുന്ന വാചകം അത്. വിനായകനെ ഓർക്കുമ്പോ അത് ഓർമ്മ വരുന്നു. വേദ പറയും, ശരിയാണേ, അത് മറ്റൊരാൾ അറിയാതിരിക്കാനുള്ള അങ്ങേയറ്റത്തെ സാമർഥ്യമുണ്ട് അയാൾക്ക്. അല്ല, എന്തിനാ അത് ചെയ്തതെന്ന് അയാൾ വിക്രത്തോട് പറഞ്ഞിരുന്നോ? ആദ്യം ഞാൻ ചോദിച്ചു. അപ്പൊ വിക്രം ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചപ്പോ പറഞ്ഞു, അത് സ്കൂളിൽ എത്തിക്കാനല്ലായിരുന്നു, വീട്ടിൽ വെച്ച് തന്നെ അച്ഛൻ വന്ന് കണ്ടേ അത് വിക്രത്തിന്റെ ആണെന്ന് പിടിപ്പിക്കാനായിരുന്നു അത്രേ. ദർശൻ പറയും, പക്ഷെ നമ്മളോട് പറഞ്ഞാൽ അതല്ലല്ലോ. വേദ പറയും, നുണ ഒന്നിലേറെ തവണ ആവർത്തിക്കാൻ കഴിയില്ലല്ലോ. കുറെ നാൾ മുമ്പ് വിക്രത്തോട് പറഞ്ഞതേ പിന്നെ നമ്മളോട് പറഞ്ഞപ്പോ മറന്നുപോയി കാണും. അല്ല, വിക്രത്തോട് വേദ ഇത് പറഞ്ഞില്ലേ? ഇല്ല. അപ്പോ ദർശൻ പറയും, അതല്ലേ പറയേണ്ടിയിരുന്നത്. വേദ പറയും, വിക്രം ഇപ്പോ ഒരു ത്യാഗിയുടെ മൂടില്ല. എന്തായാലും താൻ പിടിക്കപ്പെട്ടു, ശിക്ഷ അനുഭവിച്ചു. ഇനിയിപ്പോ അത് മറ്റൊരാളാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് എന്താ കാര്യം എന്നാ ചോദ്യം. ദർശൻ പറയും, അതിന്റെ പേരിൽ ഇപ്പോഴും അവഗണിക്കപ്പെടുന്നില്ലേ, വേട്ടയാടപ്പെടുന്നില്ലേ, നിന്ദിക്കപ്പെടുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യപ്പെടുന്നില്ലേ? അതെല്ലാം തന്റെ വിധിയാണെന്ന് പഠിക്കാൻ വിക്രം പഠിച്ചുന്ന്. ദർശൻ ചോദിക്കും, അപ്പൊ വേദയും അത് വിട്ടുകളയാൻ തീരുമാനിച്ചോ? എല്ലാം വിക്രത്തിന്റെ തലയിൽ ഇരുന്നോട്ടെ എന്നാണോ? വേദ പറയും, എന്നോട് പുറത്തിത് മിണ്ടി പോകരുതെന്ന്, പുറത്ത് ആരും അറിയരുതെന്നും യാചിക്കുന്ന പോലെ പറയുന്നേ. ഞാൻ ഒരിക്കലും പുറത്ത് പറയില്ലെന്ന് വാക്ക് നൽകണം പോലും. ദർശൻ ചോദിക്കും, എന്നിട്ട് നൽകിയോ? വേദ പറയും, പകരം ശ്രീനിവാസനെ വിട്ടുപോരുമെന്ന് ഞാൻ ചോദിച്ചു. ദർശൻ ചിരിച്ചിട്ട് പറയും, അതൊരു വല്ലാത്ത പൂട്ടായി പോയല്ലോ. പക്ഷേ പുള്ളി അത് സമ്മതിച്ചിട്ടില്ല. ദർശൻ പറയും, അയാളുടെ മരുമകൻ അതിൽ ഇൻവോൾവഡ് ആണെന്ന് പറഞ്ഞിട്ടും. വേദ തലയാട്ടും, ശ്രീനിവാസന് വിക്രത്തിന്റെ മേൽ അത്രയും സ്വാധീനം ഉണ്ടല്ലോ. എന്തായാലും മല ചവിട്ടി വരുന്നത് വരെ ഞാനിത് വീട്ടിലെടുത്തിരുന്നില്ല. അത് കഴിയട്ടെ, എന്തായാലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അതില്ലാത്ത നോക്കേണ്ടത് എന്റെ കടമയല്ലേ എന്ന് പറഞ്ഞ് ചായ കുടിച്ചിട്ട് ഒരു കേസിന്റെ കാര്യം പറഞ്ഞ് വേദ അവിടുന്ന് പോവാണ്. അപ്പോഴേക്ക് ദർശൻ വിളിക്കും, വേദ ഒരു കാര്യം പറയാൻ മറന്നു. വിക്രത്തിന്റെ എതിർവശം കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. വാസവന്റെ കൂടെ ഇപ്പോ ശ്രീകാന്തും ഉണ്ട്. വേദ ഞെട്ടും, ആണോ? ആര് പറഞ്ഞു? അവര് തമ്മില് പലയിടത്തും വെച്ച് കണ്ടുവെന്ന് ഞാൻ അറിഞ്ഞു. ഒന്ന് സൂക്ഷിക്കാൻ പറയണം, അയാളെ അറിയാലോ. വേദ ഇത് കേട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിന്റെ ഓഫീസിലാണ്. ശ്രീകാന്ത് ഫോണിൽ ആരോട് സംസാരിക്കുമ്പോ വേദ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ തന്നെ ആ കോള് കട്ട് ചെയ്യും. വാ വാ ഇരിക്കി. എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നില്ല. കാരണം ഈ സ്ഥാപനം നിനക്കൂടെ അവകാശപ്പെട്ടതാണല്ലോ. വേദ പറയും, ഓ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ? ശ്രീകാന്ത് പറയും, എന്തായാലും നീ ഇങ്ങോട്ട് തന്നെ എത്തേണ്ടതല്ലേ വേദ. ഈ കസേര ഞാൻ എന്നെങ്കിലും നിനക്ക് വേണ്ടി ഒഴിഞ്ഞു തരേണ്ടി വരും. വേദ പറയും, ആ ഔദാര്യം പറ്റാൻ ഞാൻ വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് ഔദാര്യമല്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിലെ ഞാനാണല്ലോ ഔദാര്യം പറ്റി ഇവിടെ ഇരിക്കുന്നത്. അച്ഛന്റെ പഴയ വിൽപ്രകാരം ഈ സ്ഥാപനം നിനക്കുള്ളതാ. അച്ഛൻ ഇതുവരെ ആ സ്ഥാപനം മാറ്റി എഴുതിയിട്ടില്ല. അത് ഇനി ചെയ്യുന്നെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഞാൻ തൽക്കാലം ഇതിന് കാവലിരിക്കുന്നു മാത്രം. അപ്പൊ വേദ പറയും, കൂടുതൽ നിഷ്കളങ്കനായി അഭിനയിക്കേണ്ട. അത് ശ്രീയേട്ടന് ചേരത്തില്ല. നിങ്ങൾ പുതിയ ബന്ധം തുടങ്ങിയെന്നറിഞ്ഞു. ഇത് കേൾക്കുന്നതും ശ്രീകാന്ത് ഞെട്ടും. ബന്ധോ? എന്ത് ബന്ധം? വേദയ്ക്കും എന്താ ഞാനത് അറിയില്ലെന്ന് കരുതി. ശ്രീകാന്തിക്കും, വിക്രം നിന്നോട് എന്തെങ്കിലും പറഞ്ഞു? വേദ അറിയും, ആര് പറഞ്ഞു എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിന്റെ പ്രതികാരാണോ നിങ്ങൾ വിക്രമിനോട് ചെയ്തതെന്ന് എനിക്കറിയണം. ശ്രീകാന്ത് പേടിക്കും. ആ പെണ്ണ് കേസാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. നീ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്കങ്ങനെ ആരുമായിട്ട് ഒരു ബന്ധമില്ല. കാര്യം ഞാൻ വിക്രമായിട്ട് ഉടക്കിയിട്ടുണ്ട്, ശത്രുതയോടെ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരില് അവനെന്തിനാ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേദയ്ക്കും, എന്താരോപണം? വിക്രം നിങ്ങളെക്കുറിച്ച് ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. പിന്നെ
വേദ പറയും, നിങ്ങൾ ആരുമായി ബന്ധം സ്ഥാപിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാ അത് വിക്രത്തിനെതിരെ ആവരുതെന്ന് മാത്രം. ഇതുവരെ നടന്ന വഴിയിൽ നിന്നും വിക്രത്തെ മാറ്റിയെടുത്തോണ്ട് വരിക ഞാൻ. ദയവേത് ഉപദ്രവിക്കാൻ വരരുത്. ആ വാസവനായിട്ട് പുതിയ ബന്ധം തുടങ്ങിയെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാ ഞാൻ വന്നത്. അത് കേൾക്കുമ്പോഴാ ശ്രീകാന്തിന് സമാധാനാവുന്നത്. കഴിഞ്ഞ ദിവസം വാസവന്റെ ആൾക്കാർ വിക്രമിനെ ആക്രമിച്ചു. മാല ഇട്ടതുകൊണ്ട് വിക്രം തിരിച്ചടിക്കില്ലെന്നുള്ള ഉറപ്പുകൊണ്ട് അവർ ചെയ്തതെന്ന് എനിക്കറിയാം. ഈ മണ്ഡലകാലം കഴിയുന്നതോടെ വിക്രം മറ്റൊരാളായി മാറും. ഇതുവരെ നടന്ന വഴിയിലൂടെ ഇനി നടക്കില്ലെന്ന് ഉറപ്പിക്കാനാ എന്റെ ശ്രമം. ദയവേത് വിക്രത്തെ പഴയ പാതയിലേക്ക് തള്ളിയിടരുത്. ഇത് കേൾക്കുമ്പോ ശ്രീകാന്ത് പറയും, ഓ അപ്പൊ പാപകളിൽ നിന്നും മോചിപ്പിച്ച് അവനെ വിശുദ്ധനാക്കി മാറ്റാനാ നിന്റെ പുറപ്പാടല്ലേ? വേദകന് മുഖം തിരിക്കും. ഓ ആയിക്കോട്ടെ, ഞാനെതിരല്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. നിനക്ക് വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ നീ എത്ര ശ്രമിച്ചാലും അവനെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കർമ്മ അത് തടുക്കാനാവില്ല. നടന്നു പോകുന്ന വഴിയിൽ എവിടെയോ മൂർച്ച കൂട്ടി ഒരു കത്തിയായിട്ട് ആരോ അവനെ കാത്തിരിപ്പുണ്ട്. അതിനവൻ ഇരയായേ പറ്റൂ. നമ്മുടെ അമ്മ സുമംഗലയായി ജീവിക്കുമ്പോ നീ വിധവയായി ജീവിക്കുന്നത് കാണാൻ യോഗം ഉണ്ടെങ്കിൽ അതും അവര് സഹിച്ചല്ലേ പറ്റൂ. വേദ പറയും, വിധി തീരുമാനിക്കുന്നത് നിങ്ങളോ ഞാനോ അല്ലല്ലോ. അങ്ങനൊരു യോഗം എനിക്കുണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്തോളാം. പക്ഷെ ഒരു കാര്യം ഉറപ്പു തരാം, അങ്ങനെയാണ് ഈശ്വരൻ എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ വില്ലിന്റെ അവകാശം പറഞ്ഞേ ഞാൻ ആ പടി കയറി വരില്ല. നാളെ ഒരിക്കൽ എനിക്കുള്ള അവകാശത്തിന്റെ പേരിൽ വിക്രം ഈ കസേരയിൽ കയറി ഇരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഭയമെങ്കിൽ അതും വേണ്ട. അതുകൊണ്ട് അവസാനത്തെ അപേക്ഷയാ, ഇനി വിക്രമിന്റെ വഴിയിൽ കുറുകെ വരരുത്. അത് നിങ്ങളുടെ പുതിയ സ്നേഹിതൻ വാസവനോടും പറഞ്ഞേക്കണം. അയ്യപ്പ സമയം തൊഴുതു വന്നാൽ പഴയ വിക്രമായി മാറരുതെന്ന് കരുതിയിട്ടാ പ്ലീസ് എന്ന് പറഞ്ഞ വേദ എവിടെ ഇറങ്ങാണ്. ശ്രീകാന്ത് ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന പ്രമോലുള്ളത് വേദയും വിക്രവും ക്ഷേത്രത്തിൽ ഒരുമിച്ച് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വിക്രവും മാഷും ഒരുമിച്ച് ജോലി ചെയ്യുന്നു. വിക്രം മാഷിനെ തൊഴിലൊക്കെ പോയി സഹായിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം. ഇന്നത്തെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ